ജീവിതത്തിൽ ഈ നിമിഷം വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത ആളാ എന്റെ അച്ഛൻ. പാവം ഇപ്പൊ ജയിലിൽ കിടന്ന് നരകിക്കുക. അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിന്റെ കോടതി വിസ്താരം ഇന്ന്. ജാമ്യാപേക്ഷ ഒരിക്കൽ തള്ളിപ്പോയതാ. ഇന്നെങ്കിലും എന്റെ അച്ഛന് ജാമ്യം അനുവദിച്ച് കിട്ടണേ എന്റെ ദേവി. അല്ല, അമ്മ ഇതെങ്ങോട്ടാ? അമ്മയും കോടതിയിൽ വരുന്നെന്നോ? അച്ഛനെ കാണണമെന്നോ? അമ്മ വന്ന് ശരിയാവില്ല. അമ്മയെ കണ്ട അച്ഛന് സങ്കടാവും. മാത്രമല്ല കോടതിയാ. എന്താണോ ഇയാളിതൊരു റെഡിയായില്ലേ? ഇതേ ചന്തയിൽ പോകുന്ന കണക്കല്ല, 11 മണിക്ക് കേസ് വിളിക്കും. ഓ, ഞാൻ കരുതി കോടതി രാത്രിയിലാ കൂടുന്നേന്ന്. ഇയാൾക്ക് മാത്രമല്ല, കോടതി എപ്പോഴാ കൂടുന്നെന്നും പിരിയുന്നെന്നും ഞങ്ങൾക്കും അറിയാം. ഓ, അടുത്തിരിക്കുന്ന ആളിന്റെ ഉത്തരക്കടലാസ് കോപ്പി അടിച്ച് ജയിച്ചിട്ടേ ഒരാളുടെ ഗമ കണ്ട ജഡ്ജിയാണെന്ന് തോന്നും. എന്റെ അമ്മോ, ഒന്നുമില്ലേലും തള്ളിന് ഒരു കുറവുമില്ല. അതെ, കോപ്പി അടിച്ചിട്ട് മുട്ടയിട്ട ആളല്ലേ താൻ. അപ്പൊ കൂടുതലൊന്നും പറയണ്ട. എന്താ ആന്റി പറയുന്നത്? കുറച്ചു നേരം കൊണ്ട് അമ്മ കൂടെ വരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. അമ്മയെ കൊണ്ടുപോയാൽ ചിലപ്പോ ശരിയാവത്തില്ല. അച്ഛനും അമ്മയും അവിടെ സീനായിരിക്കും. വരട്ടടോ, ആന്റി ഒന്ന് അച്ഛനെ കാണട്ടെ. ആന്റിയെ കൂടി കുടിക്കോ? വാ ആന്റി. അല്ല, താൻ ഐശ്വര്യത്തെ കണ്ടായിരുന്നോ? കോടതിയിൽ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. വാ, വേഗം ഇറങ്ങ്. കേസ് 106/22 രാമകൃഷ്ണ മകൻ ശിവദാസൻ.